അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്രം വിട്ടുനൽകുന്നതിനുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്ത് മലബാർ ദേവസ്വം ബോർഡ് നൽകിയ ഹർജി സുപ്രീം കോടതിയും തള്ളി. ഇതോടെ ക്ഷേത്രത്തിന്റെ ഭരണ നിർവഹണം പൂർണ്ണമായും ക്ഷേത്രം ട്രസ്റ്റിന് നിർവഹിക്കാം. എതിരായിട്ടും മലപ്പുറം അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൽ നിന്ന് മലബാർ ദേവസ്വം ബോർഡ് ഒഴിഞ്ഞുകൊടുത്തിരുന്നില്ല. ഹൈക്കോടതി വിധി ട്രസ്റ്റിന് അനുകൂലമായതോടെ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ദേവസ്വം ബോർഡിന്റെ ഹർജി സുപ്രീം കോടതിയും തള്ളി. ജസ്റ്റിസ് ശ്രീ നരസിംഹ, ജസ്റ്റിസ് അലോക് അരാധെ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. കേരള ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 136 പ്രകാരമുള്ള അധികാരം ഉപയോഗിച്ച് ഇടപെടേണ്ടതില്ലെന്ന് നിരീക്ഷിച്ചാണ് സുപ്രീം കോടതി ബോർഡിന്റെ അപ്പീൽ തള്ളിയത്. ക്ഷേത്രഭരണം ട്രസ്റ്റിന് കൈമാറണമെന്നായിരുന്നു ഹൈക്കോടതി വിധി. ഇതിനെ തുടർന്ന് ക്ഷേത്രത്തിന്റെ ഭരണാധികാരം പാരമ്പര്യ ട്രസ്റ്റി MC ശ്രീധരവർമ്മ രാജ ഔദ്യോഗികമായി ഏറ്റെടുത്തിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് മലബാർ ദേവസ്വം ബോർഡിൽ നിന്നും അറിയിപ്പൊന്നും ലഭിച്ചില്ലെന്ന നിലപാടിൽ ഭരണം തുടരുകയായിരുന്നു. മലബാർ ദേവസ്വം ബോർഡ് നിയമിച്ച എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നിയമനം റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് കഴിഞ്ഞ മെയ് 26-നാണ് പുറപ്പെടുവിപ്പിച്ചത്. കോടതി വിധി വന്ന് 1 മാസത്തെ കാലാവധി കഴിഞ്ഞിട്ടും മലബാർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് കോടതി വിധി മാനിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക ഉത്തരവുകളോ നടപടികളോ ഉണ്ടാകാത്തതിനെ തുടർന്നായിരുന്നു ട്രസ്റ്റി നേരിട്ട് ഭരണമേറ്റെടുത്തത്. ഭരണ ചുമതല ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി ട്രസ്റ്റി കുടുംബാംഗങ്ങൾ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ, അസിസ്റ്റന്റ് കമ്മീഷണർ എന്നിവരെ നേരിൽ കണ്ട് ആവശ്യമായ രേഖകൾ സമർപ്പിച്ചിരുന്നു. ഭരണപരമായ കാര്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ടു പോകുമെന്ന് ട്രസ്റ്റിയും ട്രസ്റ്റി കുടുംബാംഗങ്ങളും അറിയിച്ചെങ്കിലും ദേവസ്വം ബോർഡ് ഭരണകാര്യങ്ങൾ കൈമാറിയിരുന്നില്ല. തുടർന്നാണ് അവർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ സുപ്രീം കോടതി കൂടി കൈവിട്ടതോടെ ദേവസ്വം ബോർഡിന് പൂർണ്ണമായും ഒഴിഞ്ഞുകൊടുക്കേണ്ട സാഹചര്യമാണുള്ളത്. ജനം, മലപ്പുറം.